ഹായ്, എല്ലാവർക്കും ബീഫ് അച്ചാർ ഇഷ്ടമാണോ? ഇന്ന് നമുക്ക് ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ? ഇന്ന് എനിക്ക് 800 grams ഓഫ് ബീഫ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓൾറെഡി സ്ലൈസ്ഡ് ബീഫാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇത് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ പോകണം. ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പൂടിട്ട് കൂട്ടത്തിൽ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വേവിക്കാൻ വെക്കുവാണേ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കുകയാണേ. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് ഈ ഫ്രൈങ് പാനിനകത്തോട്ട് നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഈ സെയിം എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിന് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിനി അടുത്തത് ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ഡ്രൈ ചില്ലി, ഇത് നമ്മൾ ഒന്നിച്ച് ഒന്ന് വഴറ്റാൻ പോവാണ്. ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടം പോലെ കറി ലീവ്സ് ഇടാം. ബിക്കോസ് കറി ലീവ്സ് കുറേ ടേസ്റ്റ് ആഡ് ചെയ്യും, ഫ്ലേവർ ആഡ് ചെയ്യും. എൻ്റെ അത്രയും കറി ലീവ്സ് ഉള്ളായിരുന്നുകൊണ്ടാണ് അത്രയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഇത് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ കായപ്പൊടി, അത്രേ ഉള്ളൂ കേട്ടോ. ചില്ലി പൗഡർ ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് നമുക്ക് എടുക്കാം. ഇനി ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഞാൻ വിനിഗർ ഒഴിക്കും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. അടുത്ത സ്റ്റേജ് നമുക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡിസ്റ്റിൽ വിനിഗർ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ബീഫ് ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. ബീഫിനെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ?
വെരി നൈസ്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, എന്നെ പുകഴ്ത്തിയും പറയല്ല, നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ പോന്നോളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you with another video. Bye now. Take care.